സോ ഗൈസ്, നമുക്കൊരു കൊറിയൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? കം ജോയിൻ മീ. ആദ്യം കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ആവശ്യത്തിന് ഒരു അളവിന് അങ്ങോട്ട് എടുത്തോട്ട് അങ്ങോട്ട് അരയ്ക്കുക. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചോ എന്നാലേ അരഞ്ഞു കിട്ടുള്ളൂ. സോ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കൈയൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഇങ്ങനത്തെ ഒരു സാധനം ഇടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ വെള്ള ഡ്രസ്സൊക്കെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും ചോപ്പ് ബ്രൗൺ കളറൊക്കെ ആവും. മഞ്ഞപ്പൊടി എല്ലാം ആയിട്ട് കൊളാവും. അതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ കൈയൊക്കെ തുടയ്ക്കുന്നവർ ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടേക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താ, ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട്. അപ്പൊ നമുക്കത് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ചു വെച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവാണല്ലോ. സോ നേരത്തെ അരച്ചു വെച്ച കുറച്ച് മറ്റേ ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് പച്ചമുളകൊക്കെ ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ ഒരു നുള്ള് മഞ്ഞപ്പൊടി, മുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേ അളവിന് മുളക് പൊടി എത്രയാണോ ഇട്ടേ അത്ര തന്നെ എന്ത് ചെയ്യാ, ഈ മല്ലിപ്പൊടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗരം മസാല, കുറച്ച് ഉപ്പ്, നമുക്ക് ഏകദേശം ചിക്കൻ്റെ അളവിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ മിക്സ്. ഓക്കെ, ഇതിൽ കുറച്ച് നാരങ്ങനീര് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഐ ഡോണ്ട് ഹാവ് നാരങ്ങനീർ ഹിയർ, സോ ദർ ഇസ് നോ നാരങ്ങനീർ. ഐ ഹാവ് ആഡ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ, നല്ലതാട്ടോ. ആൻഡ് ദ ഫ്രൂട്ട് ഈസ് ഗ്രേപ്സ്. സോ ഞാൻ ആഡ് ചെയ്തത് 2 കപ്പ് അരിയാണ്. ഓക്കെ, നമ്മളെ കരയാൻ കാരണക്കാരനാക്കിയ ഉള്ളിയെ ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് അങ്ങ് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ടൊരു കുക്കർ എടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഏത് എണ്ണയാണോ ആ എണ്ണത്തിരി ഒഴിച്ചിട്ട് ഒരു 5-6 ഗ്രാമ്പൂ, 2-3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിടുക. പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു പട്ട, ഒരു ചെറിയൊരു 2-3 ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ടയുടെ കഷ്ണം, ഇതൊക്കെ ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളി വഴറ്റുക. നമ്മൾ വറുത്ത ഉള്ളി അല്ല കേട്ടോ, വേറൊരു പോർഷൻ ഉള്ളി. അത് നമ്മളിങ്ങനെ വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികൾ ഉണ്ടല്ലോ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ ആഡ് ചെയ്യുക കുറച്ച്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മളത് അടച്ചു വയ്ക്കുക. ചിക്കൻ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കുക. കരിയാതെ നോക്കണം. പിന്നെ ആ ഒരു നെയ്യ് ഉണ്ടാവുമല്ലോ, അതേ നെയ്യിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ബേ ലീഫ്, പിന്നെ പട്ട, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിക്കുക. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇടുക. പിന്നെ ഉപ്പ് ഇടുക. പിന്നെ നമ്മൾ അരി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണേ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ജീരകശാല റൈസാണ്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അത് ഫുൾ കുക്ക് ആവണ വരെ നമ്മൾ വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ ലെയർ ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ആൻഡ് വറുത്ത് വെച്ച മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇടുക. കുറച്ച് നെയ്യ് ഇട്ടിട്ട് അടച്ചു വെച്ച് 1-ൽ ഏറ്റവും കുറവ് സിമ്മിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് ഇതേ എടുത്ത് ഇളക്കുക. സോ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് കൊറിയൻ ബിരിയാണി. എന്താണ് ഗൈസ് നിങ്ങൾ നോക്കിക്കണേ, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? കൊറിയൻ ബിരിയാണി എന്നൊന്നും ഇല്ല. ഇത് ഞാൻ കൊറിയയിൽ ഉണ്ടാക്കിയ ബിരിയാണി, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോഴും കൊറിയൻ ബിരിയാണിക്കായിട്ട് വെയിറ്റ് ചെയ്യാണോ? അങ്ങനെയൊന്നും ഇല്ല ഗൈസ്, കൊറിയയിൽ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കൊറിയൻ ബിരിയാണി. സോ സ്റ്റേ ട്യൂൺ ഫോർ ന്യൂ വീഡിയോസ്. ബൈ ബൈ.